സംസ്ഥാനം നാളെ പോളിംഗ് ബൂത്തിലേക്ക് തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളൊക്കെ ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായുള്ള തിരക്കിലാണ് ഉദ്യോഗസ്ഥരും. എറണാകുളം മഹാരാജാസ് കോളേജിന് മുൻപിൽ നിന്നും രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, തെരഞ്ഞെടുപ്പ് സാമഗ്രി വിതരണത്തിനുള്ള തുടക്കങ്ങൾ ആരംഭിച്ചുവോ? വിവരങ്ങൾ. രോഹിണി, ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം മഹാരാജാസ് കോളേജിലാണ്. തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലത്തിലെ വോട്ടിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രം ഇവിടെയാണ്. എറണാകുളം ജില്ലയിലാകെ 14 നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടക്കുന്നത്. ഓരോ നിയോജക മണ്ഡലത്തിലും ഇതിനു വേണ്ടിയിട്ടുള്ള സെന്റർ ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് പോകാനുള്ള ഉദ്യോഗസ്ഥരൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. 7 മണിക്ക് തന്നെ ഈ സാമഗ്രികൾ തയ്യാറാക്കുന്ന ഒരു തിരക്കിൽ തന്നെയായിരുന്നു ഉദ്യോഗസ്ഥരൊക്കെ തന്നെ. അതായത് കൗണ്ടറുകൾ കേന്ദ്രീകരിച്ച് ഏകദേശം ഈ മഹാരാജാസ് കോളേജിൽ 17 കൗണ്ടറുകളാണ് ഈ വോട്ടിംഗ് മെഷീൻ അനുബന്ധ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്രമീകരിച്ചിട്ടുള്ളത്. ഈ കൗണ്ടറുകളിൽ ഈ അതാത് വാർഡുകളുടെ, അതായത് ഓരോ പോളിംഗ് സ്റ്റേഷനിലെയും നമ്പറുകൾ പുറത്തെ ബോർഡിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതാത് കൗണ്ടറുകളിൽ അതാത് പോളിംഗ് സ്റ്റേഷനുകളുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ എത്തി വോട്ടിംഗ് മെഷീനും അനുബന്ധ പോളിംഗ് സാമഗ്രികളും കൈപ്പറ്റണം. വോട്ടിംഗ് മെഷീന്റെ വിതരണത്തിന്റെ ചുമതല അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർക്കാണ്. അതോടൊപ്പം തന്നെ അനുബന്ധ പോളിംഗ് സാമഗ്രികളുടെ വിതരണത്തിന്റെ ചുമതല തഹസിൽദാർക്കാണ്. നിലവിൽ ഈ വിതരണത്തിന് വേണ്ടിയിട്ടുള്ള പോളിംഗ് സാമഗ്രികളുടെ അതിൻ്റെ ഒരു ക്രമീകരണമാണ് നാം തത്സമയ ദൃശ്യങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിന്റെ വിതരണം തുടങ്ങിയിട്ടില്ല. താഴെ ഈ പോളിംഗ് ഉദ്യോഗസ്ഥർ, അതായത് ചുമതലക്കാരായിട്ടുള്ള പോളിംഗ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. അവർ അവരുടെ അതാത് സ്ഥലങ്ങൾ എവിടെയാണ്, അതായത് ഏതൊക്കെ കൗണ്ടറുകളിലാണ് എത്തിച്ചേരേണ്ടതെന്ന് നോക്കി ആ ബോർഡ് നോക്കിയതിന് ശേഷമാണ് അതാത് കൗണ്ടറുകളിലേക്ക് എത്തുക. ഇവിടെ നിന്നും ഈ കൗണ്ടറുകളിൽ എത്തി ഈ സാമഗ്രികൾ കൈപ്പറ്റിയതിന് ശേഷം നേരെ പോകേണ്ടത് ഈ റൂട്ട് ഓഫീസറുടെ നമ്പരും പേരും പുറത്തെ ബോർഡിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതാത് വാർഡ് ഉൾപ്പെടുന്ന റൂട്ട് ഓഫീസറിന്റെ നമ്പറിൽ വിളിച്ച് ആ റൂട്ട് ഓഫീസറിനൊപ്പം അതാത് വാഹനങ്ങൾ ക്രമീകരിച്ചിട്ടുള്ള ഇടത്തേക്ക് പോകണം. എന്നിട്ട് ആ പോളിംഗ് സ്റ്റേഷന് ക്രമീകരിച്ചിട്ടുള്ള വാഹനത്തിൽ കയറി ആ ബൂത്തുകളിലേക്ക് പോകാം. പൂർണ്ണമായിട്ടും ഹരിത ചട്ടം പാലിച്ചുകൊണ്ടാണ് വിതരണ കേന്ദ്രങ്ങളൊക്കെ തന്നെ സജ്ജമാക്കിയിട്ടുള്ളത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടക്കുകയും ചെയ്യും. എറണാകുളം ജില്ലയിലാകെ എറണാകുളം ലോക്സഭാ മണ്ഡലം, അതോടൊപ്പം ചാലക്കുടി, കോട്ടയം, ഇടുക്കി നിയോജക മണ്ഡലം ഉൾപ്പെടെ ലോക്സഭാ മണ്ഡലങ്ങളുടേത് ഉൾപ്പെടെ ഏകദേശം 14 നിയോജക മണ്ഡലങ്ങളിലാണ് നിലവിൽ വോട്ടിംഗ് സാമഗ്രികളുടെ വിതരണത്തിന് വേണ്ടിയിട്ടുള്ള കേന്ദ്രങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഇവിടങ്ങളിൽ നേരത്തെ തന്നെ ഉദ്യോഗസ്ഥർ എത്തി അതിനുള്ള ക്രമീകരണങ്ങൾ സജ്ജമാക്കിയിരുന്നു. എന്തായാലും നിലവിൽ ഈ സാമഗ്രികളുടെ വിതരണം തുടങ്ങിയിട്ടില്ല. മുട്ടുസൂചി മുതൽ വിവിപാറ്റ് മെഷീൻ വരെ കൃത്യമായിട്ട് ഉറപ്പാക്കിക്കൊണ്ട് വേണം ഓരോ പോളിംഗ് സ്റ്റേഷനിലേക്കുമുള്ള ഉദ്യോഗസ്ഥൻ ഇവിടെ നിന്നും ഇറങ്ങേണ്ടത്. നേരെ പോകുന്നത് തൊട്ടപ്പുറത്തെ ഗ്രൗണ്ടിൽ വാഹനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. തങ്ങളുടെ ബന്ധപ്പെട്ട റൂട്ട് ഓഫീസറുമായി ചേർന്ന് അതേ വാഹനത്തിൽ കയറി അതാത് പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകണം. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ എറണാകുളം മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിന് സമീപത്ത് ആ കോളേജിൽ ക്രമീകരിച്ചിട്ടുള്ള ഓരോ കൗണ്ടറുകളിൽ നിന്നും പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് സാമഗ്രികൾ വിതരണം ചെയ്യും. എന്തായാലും 14 ഇടങ്ങളിലാണ് ഇത്തരത്തിൽ കൗണ്ടറുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. ജില്ലയിലാകെയുള്ള പോളിംഗ് സ്റ്റേഷനുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2294 ഇതിൽ തന്നെ പ്രശ്നബാധിതമായിട്ടുള്ള 1734 ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് സൗകര്യം അടക്കം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും 11,098 ഉദ്യോഗസ്ഥരാണ് ഈ വോട്ടിംഗ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോളിംഗ് ചുമതലയിലുള്ളത്. എന്തായാലും നിലവിൽ ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, അതിൽ തയ്യാറെടുപ്പുകൾ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം എറണാകുളം മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ ക്രമീകരിച്ചിട്ടുള്ള സെന്ററിൽ നിന്ന് ആരംഭിക്കും. അതാത് പോളിംഗ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. വലിയൊരു തിരക്കും നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഓരോ പോളിംഗ് സ്റ്റേഷനിലെ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ ഓരോ കൗണ്ടറിന് മുന്നിലും എത്തി തങ്ങൾക്ക് വെച്ചിട്ടുള്ള ഓരോ പോളിംഗ് സാമഗ്രികളും വാങ്ങിച്ചതിന് ശേഷം അത് തിട്ടപ്പെടുത്തി റൂട്ട് ഓഫീസർക്കൊപ്പം നിശ്ചയിച്ചിട്ടുള്ള നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ള വാഹനത്തിൽ കയറി അതാത് പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകണം. ഈ വോട്ടെടുപ്പ് കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് ഇതേ സെന്ററിൽ തന്നെയാണ് ഈ സാമഗ്രികളൊക്കെ തന്നെ തിരിച്ചേൽപ്പിക്കേണ്ടത്. എന്തായാലും പൂർണ്ണമായിട്ടും ബൂത്ത് തലങ്ങളിലാണെങ്കിലും ഈ വിതരണ കേന്ദ്രങ്ങളിലാണെങ്കിലും ഹരിത ചട്ടമാണ് പാലിക്കുന്നത്. എന്തായാലും